അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവർ മുശ്രിക്കുകളായത് എന്നുള്ളതാണ്. അള്ളാഹുവിൽ പങ്കു ചേർത്തത് കൊണ്ട് മാത്രമാണ് അവർ മുശ്രിക്കുകളായത്. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർത്തത് കൊണ്ട് മാത്രമാണ് അവർ മുശ്രിക്കുകളായത്. അല്ലാതെ അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, അവർ അള്ളാഹുവിനോട് മാത്രം എങ്ങനെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർ കപ്പലിൽ കയറി യാത്ര പോവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നുകൊണ്ട് പ്രബോധനം ആരംഭിച്ചു. അവർക്ക് സഹിക്കവയ്യാതെ അവർ ഒരു കപ്പലിൽ കയറി യാത്ര പോകുമ്പോൾ ആ കപ്പൽ വലിയൊരു കോളും കാറ്റിലും പെട്ടപ്പോൾ ആ കപ്പലിങ്ങനെ വലയാൻ തുടങ്ങിയപ്പോൾ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നാണ്. കപ്പലിൽ കയറി യാത്ര പോകുമ്പോൾ കപ്പലിങ്ങനെ വലയാൻ തുടങ്ങിയപ്പോൾ അവര് ദഅവുള്ള അള്ളാഹുവിനോട് ആത്മാർത്ഥമായി എന്നാണ്, അവർ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്നാണ്. ഈ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? അബൂജഹലിന്റെ മോൻ ഇക്രിമയുണ്ടായിരുന്നു. അബൂജഹലിന്റെ മോൻ ഇക്രിമ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം അദ്ദേഹം ചോദിച്ചു എന്നാണ്. ഇത് തന്നെയല്ലേ മക്കയിൽ മുഹമ്മദും പറയുന്നത് ഇത് തന്നെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നല്ലേ, ഇതല്ലേ നമ്മളിപ്പോൾ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം കരയിലെത്തിയപ്പോൾ അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ അവർ എന്ത് ചെയ്തിട്ടില്ല? അവരെന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അവർ മനസ്സിലാക്കിയില്ല. അവർ അള്ളാഹുവിനെ അറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ്. എത്രത്തോളം അവർ ഹജ്ജ് ചെയ്തിരുന്നു എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തപ്പോൾ മുസ്ലിമുകൾ ചൊല്ലും പോലെയുള്ള തൽബിയത്ത് അവർ ചൊല്ലിയിരുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. മുസ്ലിമുകൾ ചൊല്ലും പോലെ തന്നെയാണ് അവർ ചൊല്ലിയത്. പിന്നീട് അവർ പറഞ്ഞു, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അതെ, ഒരു പങ്കാളി നിനക്കുണ്ട്, അത് നിന്റെ തന്നെയാണ്, നീ ഉടമപ്പെടുത്തിയതാണ്. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ചില ആളുകളൊക്കെ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ഈ മഹാന്മാരായ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരോടല്ല പ്രാർത്ഥിക്കുന്നത്, അവരോട് ശുപാർശ ചെയ്യുകയാണ് എന്നാണ്. എന്നാൽ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് നിലനിൽക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയാണ്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു മാധ്യമമായിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവരെയൊക്കെ കാണുന്നത്. അവരും പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ സമയത്തിൻ്റെ ദൈർഘ്യം മൂലം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. അതേപോലെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ഈ ലോകത്തെ പടച്ചതാരെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിനെ അറിഞ്ഞവരായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനിയൊരു അവസരം കിട്ടുമ്പോൾ ഞാൻ പൂർത്തീകരിക്കാം. അള്ളാഹു സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.